ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയായ അട്ടാരി വാഗ ബോർഡറിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും ഗേറ്റുകൾ തുറന്ന് പതാക ഇറക്കുന്ന ചടങ്ങാണ് വാഗ ബോർഡറിലെ ബീറ്റിംഗ് റിട്രീറ്റ്. ഇവിടെയാണ് വാഗ ബോർഡർ സെറിമണി നടക്കുന്നത്. കാണികൾക്കായുള്ള ഗ്യാലറി. നമ്മളിപ്പോൾ കാണുന്ന ബോർഡർ ഗേറ്റിനപ്പുറം പാകിസ്ഥാനാണ്. ഈ ചടങ്ങ് കാണാനായി ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരാണ് രണ്ട് രാജ്യ അതിർത്തികളിലും എത്താറുള്ളത്. ഇന്ത്യയിലെ അമൃത്സറിനും പാകിസ്ഥാനിലെ ലാഹോറിനും ഇടയിലുള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡ് നാഷണൽ ഹൈവേയിലാണ് വാഗ അതിർത്തി. അട്ടാരി വാഗ ബോർഡറിലെ ബീറ്റിംഗ് റിട്രീറ്റ് സെറിമണി കാണാം. പട്ടാളക്കാരുടെ വിവിധ പ്രകടനങ്ങൾ കാണാം. കാണികളും ആവേശത്തോടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. രണ്ട് രാജ്യക്കാർക്കും ചടങ്ങ് കാണാനായി ഇരുവശത്തും വലിയ ഗ്യാലറിയുണ്ട്. ഒരു പട്ടാളക്കാരൻ കോർഡിനേറ്റർ ആയിട്ടുണ്ട്. അദ്ദേഹം മുദ്രാവാക്യം വിളിക്കാനും ആർപ്പ് വിളിക്കാനുമൊക്കെയായി കാണികളോട് ഉച്ചത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പട്ടാളക്കാരോടൊപ്പം ഡോഗ്സും വന്നു പോകുന്നുണ്ട്. കാണികൾ മൊത്തം ആവേശത്തോടെ ആർപ്പ് വിളിക്കുന്നുണ്ട്. ഗ്യാലറിയുടെ ഇരുവശത്തും ബിഗ് സ്ക്രീൻസും ഉണ്ട്. സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് ഒരു 4:30 ചടങ്ങ് ആരംഭിക്കുന്നതാണ്. സുരക്ഷാ കാരണങ്ങളാൽ പ്രവേശന കവാടത്തിൽ ചെക്കിങ്ങിനും മറ്റുമായി അരമണിക്കൂറിൽ കൂടുതൽ സമയം ചെലവാക്കേണ്ടി വരാറുണ്ട്. तो हमने आप सभी दर्शकों से एक बार थोड़ा निवेदन है, जो भी दर्शक स्टेडियम के ऊपर वाली मंजिल में खड़े हैं कृपया शांतिपूर्वक बैठे रहें और ग्रिलों में खड़े न हो। सुरक्षा के मद्देनजर आप सभी को पुनः सूचित किया जा रहा है। जो भी दर्शक स्टेडियम परिसर में बैठे हैं कृपया स्टेडियम परिसर में इधर उधर भटक न करें, शांतिपूर्वक बैठे रहें और बीएसएफ के द्वारा दिए गए दिशा निर्देशों का पालन करें। या बीएसएफ का ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജാണ് പഞ്ചാബിലെ അട്ടാരി. ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ ഭാഗമായ അട്ടാരി വാഗ അതിർത്തിയാണിത്. നമുക്കിവിടെ നിന്ന് പാകിസ്ഥാൻ ഗ്യാലറിയും കാണാം. ഇവിടുത്തെ പോലെ തന്നെ അവിടെയും പട്ടാളക്കാരുടെ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും ഗേറ്റ് തുറന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും സൂര്യാസ്തമയത്തിന് തൊട്ടു മുൻപായി ചടങ്ങ് അവസാനിക്കും. വാഗ എന്നത് പാകിസ്ഥാൻ ബോർഡറും അട്ടാരി എന്നത് ഇന്ത്യൻ ബോർഡറുമാണ്. 1959 മുതൽ തുടർച്ചയായി എല്ലാ ദിവസവും അട്ടാരി വാഗ ബോർഡറിൽ ഇന്ത്യയും പാകിസ്ഥാനും സംയുക്തമായി തുടരുന്ന ചടങ്ങാണിത്.
രണ്ട് രാജ്യങ്ങളും പിന്തുടരുന്ന സാഹോദര്യത്തിൻ്റെയും മത്സരത്തിൻ്റെയും പ്രതീകമായി ഈ ചടങ്ങ് കണക്കാക്കപ്പെടുന്നു. രണ്ട് രാജ്യങ്ങളുടെയും പതാകകൾ താഴ്ത്തി പരസ്പരം ഷേക്ക് ഹാൻഡ്സ് ചെയ്താണ് ചടങ്ങ് അവസാനിക്കുന്നത്. സൂര്യാസ്തമയത്തിന് തൊട്ടു മുൻപായി അതിർത്തിയിലെ ഇരുമ്പ് ഗേറ്റുകൾ തുറക്കുകയും രണ്ട് പതാകകളും ഒരേ സമയം താഴ്ത്തുകയും ചെയ്യുന്നു. ശേഷം പതാകകൾ മടക്കി ഇരുവശത്തുമുള്ള സൈനികർ തമ്മിൽ ശക്തമായ ഹാൻഡ് ഷേക്സ് കൊടുത്ത് പിൻവാങ്ങി ചടങ്ങ് അവസാനിക്കുന്നു. ശേഷം ഗേറ്റുകൾ അടയ്ക്കുന്നു. ചടങ്ങിന് ശേഷം നമുക്കും ഈ പ്രോഗ്രാം നടക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡിലേക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാം. നമുക്ക് പാകിസ്ഥാനിലെ സൂര്യാസ്തമയം കാണാം. കുറച്ച് കാൽച്ചുവടുകൾക്കപ്പുറേ പാകിസ്ഥാനിലെ സൺസെറ്റ് കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിൽക്കുകയാണ്.